ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ട് വീഡിയോ ആണ്. അതിൽ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് കൊളാഷ്യസ് ലോ ആണെന്ന് പറഞ്ഞു. ഈ കൊളാഷ്യസ് ലോ എന്താണ് നമ്മൾ നോക്കുന്നത്? കൊളാഷ്യസ് ലോ എന്ന് പറഞ്ഞാൽ ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റ് ബൈ ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ആനിയോൺ ആൻഡ് കാറ്റയോൺ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ആനയോൺസും കാറ്റയോൺസിൻ്റെയും സം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. സം അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ലാംഡ M0 = ലാംഡ M0 = മുന്നിലൊരു എക്സ് ലാംഡ പ്ലസ് 0 പ്ലസ് വൈ, പിന്നെ മുന്നിലൊരു വൈ ലാംഡ -0. അതാണ് ഇക്വേഷൻ. അത് NaCl വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഡിറ്റർമിനേഷൻ ആപ്ലിക്കേഷൻസ് ഓഫ് കൊളാഷ്യസ് ലോ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്, 4 ആപ്ലിക്കേഷൻ ഉണ്ട്. ആദ്യം ഡിറ്റർമിനേഷൻ ഓഫ് ദ ലാംഡ 0 ഓഫ് ദ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ഡിഗ്രി ഓഫ് ഡിസൊല്യൂഷൻസ് ഓഫ് ദ വീക്ക്. അപ്പോൾ ഫസ്റ്റത്തെ ഇതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ലാംഡ M0 ഓഫ് ദ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ M0 ഡിറ്റർമിൻ ചെയ്യുക. ലാംഡ M0 വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ബൈ നോയിങ് ദ ലാംഡ M0 വാല്യൂ ഓഫ് ദ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ലാംഡ M0 ഓഫ് ദ വീക്ക് ഇലക്ട്രോലൈറ്റ്. അത് നമ്മൾ ഒരു CH3COOHൻ്റെ അസറ്റിക് ആസിഡിൻ്റെ CH3COOHൻ്റെ അസറ്റിക് ആസിഡിൻ്റെ എന്താ പറയുക ലാംഡ M0 കാണണമെങ്കിൽ CH3COONA പിന്നെ NaCl HCl ഒക്കെ നമ്മൾ ആദ്യം അറിയണം. ആദ്യം CH3COONA ആണെങ്കിൽ അത് ഇതിൻ്റെ ഇക്വേഷൻ കൊളാഷ്യസ് ലോയുടെ ഇക്വേഷനിൽ ഇട്ട് നോക്കുമ്പോൾ CH3COO മൈനസ് പ്ലസ് Na മൈനസ് എന്ന് വരും, Na പ്ലസ് എന്ന് വരും. ലാംഡ M0ൻ്റെ HCl ആണെങ്കിൽ എച്ചും CLും അപ്പുറത്ത് CL മൈനസ് H പ്ലസും CL മൈനസും വരും. പിന്നെ എന്താ പറയുക, പിന്നെ അതേപോലെ NaClൻ്റെ ആണെങ്കിൽ Na പ്ലസും CL മൈനസും വരും. അതെല്ലാം കൂടെ ഇക്വേഷൻ 1 2 -3 എന്ന് വെച്ചിട്ട് അങ്ങനെ എഴുതുക, അത്രയേ ഉള്ളൂ. പിന്നെ ഡിഗ്രി ഓഫ് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും അതേപോലെ ഡിഗ്രി ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ളതും, പിന്നെ അതേപോലെ ഡിഗ്രി ഓഫ് പർട്ടിക്കുലർ പോയിന്റ് ഉള്ളതും അതേപോലെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും കൂടി ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഓഫ് ഡിസൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ ആൽഫ = ലാംഡ mg ബൈ ലാംഡ M0 എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഉള്ളതും പിന്നെ അതേപോലെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഇതായിട്ട് കിട്ടും. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് ദ സോലബിലിറ്റി ആൻഡ് സോലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്പ്രിംഗ്ലി സോലബിൾ സാൾട്ടിൻ്റെ ഒരു നോൺ സോലബിലിറ്റി വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കൊളാഷ്യസ് ലോ വെച്ചിട്ട് എഴുതാം. അതെന്ന് വെച്ചാൽ S = K × ലാംഡ M0 K × 1000/λ. ഒരു നോൺ വെച്ചിട്ട് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ അയോണിക് പ്രോഡക്റ്റ് വാട്ടറിൻ്റെ സോലബിലിറ്റി ഓഫ് ദ അയോണിക് പ്രോഡക്റ്റ് ഓഫ് ദ വാട്ടർ കണ്ടുപിടിക്കാൻ, പിന്നെ വാട്ടറിൻ്റെ അയോണിക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ H ഉം OH. അപ്പോൾ ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ആ വാല്യൂസ് ഒന്നും പഠിക്കണ്ട. KW = H പ്ലസ്, നമ്മൾ ബ്രാക്കറ്റിലല്ല H പ്ലസും OH മൈനസും അത് മാത്രം എഴുതാം. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഡിറ്റർമിനേഷൻ ഓഫ് ദ അയോണിക് പ്രോഡക്റ്റ് ഓഫ് ദ വാട്ടർ, ഡിറ്റർമിനേഷൻ ഓഫ് ദ സോലബിലിറ്റി ആൻഡ് സോലബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് ദ സ്പ്രിംഗ്ലി സോലബിൾ സാൾട്ട്, ഡിറ്റർമിനേഷൻ ഓഫ് ദ ഡിഗ്രി ഓഫ് ഡിസൊല്യൂഷൻ. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസൊല്യൂഷൻ നമ്മൾ പറഞ്ഞില്ലേ, വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കുന്നത് ഡിഗ്രി ഓഫ് ഡിസൊല്യൂഷൻ വെച്ചിട്ടാണെന്ന്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസൊല്യൂഷൻ വെച്ചിട്ട് നോക്കുക. പിന്നെ അതേപോലെ ഡിഗ്രി ഓഫ് ഡിസൊല്യൂഷൻ വെച്ച് നോക്കുക. പിന്നെ അതേപോലെ എന്താ പറയുക, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക. ഡിറ്റർമിനേഷൻ ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഡിഗ്രി ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ദ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദ സോലബിലിറ്റി ആൻഡ് സോലബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് ദ സ്പ്രിംഗ്ലി സോലബിൾ സാൾട്ട്സിനെ കണ്ടുപിടിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോലബിലിറ്റി അറിയുന്ന ഒരു സാധനത്തിൻ്റെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എഴുതുക. പിന്നെ അതുപോലെ തന്നെ പിന്നൊന്നുമില്ല. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ദ അയോണിക് പ്രോഡക്റ്റ് ഓഫ് ദ വാട്ടറിൻ്റെ അയോണിക് പ്രോഡക്റ്റ് വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യുക. അങ്ങനെ 4 ആപ്ലിക്കേഷനാണ്. കൊളാഷ്യസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൊളാഷ്യസ് ലോ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സം ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഓഫ് ദ കാറ്റയോൺസിൻ്റെയും ആനയോൺസിൻ്റെയും സം ഓഫ് ദ ഇൻഡിവിജ്വൽസിനെ പറയുന്നതാണ് കൊളാഷ്യസ് ലോ. അങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനല്ല, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ കൊളാഷ്യസ് ലോ ഉപയോഗിക്കുന്നത്.
ഓക്കെ. ദെൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളർ കണ്ടക്ടിവിറ്റി കൂടുന്നത് മൊബിലിറ്റി, അയോൺസിൻ്റെ മൊബിലിറ്റി കാരണമാണ്. അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിട്ട് ഇനി ഞാൻ കണ്ടിന്യൂഷൻ ആയിട്ടൊരു വീഡിയോ ഇടും. അപ്പോൾ അതൊക്കെ കാണുക, എന്നിട്ട് എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക. ദെൻ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.